യോഹന്നാന്റെ സുവിശേഷം ലൂക്കോസ് യേശുവിന്റെ ജീവിതത്തിന് തുടക്കം മുതലേ ദൃക്സാക്ഷികളായിരുന്ന പലരോടും അന്വേഷിച്ചറിഞ്ഞാണ് ഈ വിവരണം രചിച്ചിരിക്കുന്നത്. യെരുശലേമിന്റെ കുന്നുകളിലാണ് ഈ കഥ ആരംഭിക്കുന്നത്. അവിടെയാണ് സർവ്വഭൂമിയിന്മേലും തന്റെ ഭരണത്തെ സ്ഥാപിക്കേണ്ടതിന് ദൈവം തന്നെ ഒരു നാൾ വരുവാൻ പോകുന്നതായി ഇസ്രായേലിന്റെ പഴയകാല പ്രവാചകന്മാർ പറഞ്ഞിരുന്നതായ സ്ഥലം. ഈ നഗരത്തിൽ ദൈവാലയ ശുശ്രൂഷകൾ നിവർത്തിച്ചിരുന്ന പുരോഹിതന്മാരിൽ ഒരുവനായ സെക്കരിയാവ് ആലയത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ അവനെ ഭയപ്പെടുത്തിയതും അസാധാരണവുമായ ഒരു ദർശനം കാണുന്നു. ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി, നിന്റെ ഭാര്യ ഒരു പുത്രനെ പ്രസവിക്കും എന്നറിയിച്ചു. ഇതെന്താണ്? അതായത് സെക്കരിയാവും ഭാര്യയും വളരെ വയസ്സു ചെന്നവരായിരുന്നു എന്ന് നമുക്കറിയാം. അവർക്ക് ഒരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. ലൂക്കോസ് ഇവിടെ അവരെ ഏറ്റവും പൂർവികരായ അബ്രഹാമിനോടും സാറയോടും സാമ്യപ്പെടുത്തുന്നു. കാരണം അവരും കുഞ്ഞുങ്ങളില്ലാതെ വയസ്സു ചെന്നവരായിരുന്നു. എന്നിട്ടും ദൈവം അവർക്ക് ഒരു മകനെ, ഇസ്ഹാക്കിനെ നൽകി. അങ്ങനെയാണ് ഇസ്രായേല്യരുടെ ചരിത്രം ആരംഭിക്കുന്നത്. അതുകൊണ്ട് ലൂക്കോസ് ദൈവം തന്റെ ജനത്തിനു വേണ്ടി എന്തോ ശ്രദ്ധേയമായത് ഒരിക്കൽ കൂടി ചെയ്യുവാൻ പോകുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദൂതൻ സെക്കരിയാവിനോട് മകന് യോഹന്നാൻ എന്ന് പേരിടുക എന്ന് പറഞ്ഞു. പിന്നെ അവൻ പറയുന്നു, ഈ മകൻ ഇസ്രായേലിലെ പഴയകാല പ്രവാചകന്മാരുടെ വാഗ്ദാനം പൂർത്തീകരിക്കുവാൻ പോകുന്നു. അതായത് ദൈവം യെരുശലേമിൽ ആധിപത്യം സ്ഥാപിക്കുവാൻ വരുമ്പോൾ അവനെ എതിരേൽക്കുവാൻ ഇസ്രായേലിനെ ഒരുക്കേണ്ടതിന് ഒരുവൻ വരും. കാരണം യെരുശലേം ഇപ്പോൾ റോമാക്കാരുടെ ഭരണത്തിന് കീഴിലാണ്. അതെ, പ്രത്യേകിച്ചും റോമാ സാമ്രാജ്യത്തിന്റെ ഒരു കളിപ്പാവ ആയിരുന്ന ഹെരോദാവ് എന്നു പേരുള്ള ഒരാളായിരുന്നു രാജാവായി അവിടെ ഭരിച്ചിരുന്നത്. അതുകൊണ്ട് സ്വാതന്ത്ര്യവും സ്വയംഭരണവുമല്ലാതെ മറ്റൊന്നും യഹൂദ ജനത ആഗ്രഹിച്ചിരുന്നില്ല. ഇത് ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. എല്ലാത്തിനും ഒരു മാറ്റം വരുവാൻ പോകുന്നു. ദൈവം വരുവാൻ പോകുന്നു. എന്നാൽ എങ്ങനെയാണ് അവൻ വരുന്നത്? അതെ, അത് മനസ്സിലാക്കുന്നതിന് ലൂക്കോസ് നമ്മെ യെരുശലേമിൽ നിന്നും വിദൂരതയിലുള്ള ഗലീലയുടെ കുന്നുകളിന്മേലുള്ള ഒരു ചെറിയ പട്ടണത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ മറിയം എന്നു പേരുള്ള മറിയ എന്ന് നാം വിളിക്കുന്ന ഒരു യുവതിയെ നമുക്ക് കാണാം. അവൾ വിവാഹത്തിന് നിശ്ചയിക്കപ്പെട്ടവൾ ആയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദൂതൻ മറിയയ്ക്ക് പ്രത്യക്ഷനായി അവൾക്ക് ഒരു പുത്രൻ ജനിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. അവൾ അവന് യേശു എന്ന് പേരിടേണം. അതിന് എബ്രായ ഭാഷയിൽ കർത്താവ് രക്ഷിക്കുന്നു എന്നർത്ഥം. അവൻ ദാവീദിനെ പോലെ ഒരു രാജാവായി ദൈവജനത്തെ സദാകാലത്തേക്കും ഭരിക്കും. അപ്പോൾ മറിയ ചോദിക്കുന്നു, ശരി, പക്ഷേ ഇതെങ്ങനെ സാധിക്കും? ഞാനൊരു കന്യകയല്ലോ. അവളോട് പറഞ്ഞത്, ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ ഇരുട്ടിൽ നിന്നും ജീവനെയും വെളിച്ചത്തെയും വരുത്തിച്ച അതേ പരിശുദ്ധാത്മാവ് അവളുടെ ഗർഭത്തിൽ ജീവൻ ഉരുവാക്കുവാൻ പോകുന്നു. ഗർഭത്തിൽ ഉരുവായി ജനനമെടുക്കുന്ന മശിയിൽ കൂടെ ദൈവം മാനവരാശിയുമായി ബന്ധപ്പെടുവാൻ പോകുന്നു. അങ്ങനെ മറിയ എന്ന ഒരു നാട്ടിൻപുറത്തുകാരിയും ആരാലും അറിയപ്പെടാത്തവളുമായ പെൺകുട്ടി ഒരു രാജാവിന്റെ അമ്മയാകുവാൻ പോകുകയോ? അതുതന്നെ. വാസ്തവത്തിൽ തന്റേതായ സ്ഥാനത്തിന് കൈവന്ന ഈ ഉയർച്ച വരുവാനുള്ള മഹത്തായ ഒരു മാറ്റത്തിലേക്ക് എപ്രകാരം വിരൽ ചൂണ്ടുന്നു എന്ന് അവൾ ഒരു പാട്ട് പാടുന്നു. അവളുടെ പുത്രനിലൂടെ ദൈവം ലോകത്തിന്റെ ഭരണാധികാരികളെ അവരുടെ സിംഹാസനങ്ങളിൽ നിന്നും താഴെ ഇറക്കി എളിയവരെയും ദരിദ്രരെയും ഉയർത്തും. അവൻ സകല ലോക വ്യവസ്ഥകളെയും കീഴ്മേൽ മറിക്കുകയും ചെയ്യും. അങ്ങനെ മറിയ യഥാർത്ഥത്തിൽ ഗർഭിണിയായപ്പോൾ അവൾക്കും തന്റെ ഭാവി വരനായിരുന്ന യോസെഫിനും ബേത്ലഹേമിലേക്ക് പോകേണ്ടതായി വന്നു. അതെ, പുതിയ നികുതിയെ സംബന്ധിച്ച് റോമാ സാമ്രാജ്യത്തിലുടനീളം ഒരു കൽപ്പന പുറപ്പെടുവിക്കപ്പെട്ടിരുന്നതിനാൽ എല്ലാവരും തങ്ങളുടെ സ്വദേശത്ത് ചെന്ന് പേര് പതിക്കേണ്ടിയിരുന്നു. ധാരാളം സന്ദർശകർ ബേത്ലഹേമിൽ ഉണ്ടായിരുന്നത് നിമിത്തം അവർക്ക് ഒരു മുറി കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ മൃഗങ്ങളെ പാർപ്പിച്ചിരുന്ന ഒരു സ്ഥലം മാത്രമാണ് അവർക്ക് ലഭിച്ചത്. അപ്പോൾ സമീപത്ത് ചില ഇടയന്മാർ അവരുടെ കൂട്ടത്തോടൊപ്പം ഉണ്ടായിരുന്നു. തീർച്ചയായും അവരെ ഭയപ്പെടുത്തിക്കൊണ്ട് ഒരു ദൂതന്റെ പ്രത്യക്ഷതയുണ്ടായി. ദൂതൻ അവരോട്, ഈ രാത്രിയിൽ ബേത്ലഹേമിൽ ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു, അതിനാൽ സന്തോഷിക്കുവിൻ എന്നറിയിച്ചു. അതെ, അവരോട് പോയി ആ ശിശുവിനെ കാണുക. അവൻ പൊതിഞ്ഞു മൂടപ്പെട്ട് അഴുക്ക് പിടിച്ച ഒരു പുൽത്തൊട്ടിയിൽ കിടക്കുന്നു. അതിനാൽ അവർക്ക് അത് മശിഹയാണെന്ന് മനസ്സിലാക്കാം. അതെ, അത് വളരെ കഷ്ടമായിപ്പോയി. തീർച്ചയായിട്ടും. അങ്ങനെ വലിയ വൃത്തിയൊന്നും ഇല്ലാത്ത ആ ഇടയന്മാർ ചെന്ന് വളരെ ഇടുങ്ങിയ ആ സ്ഥലത്ത് നവജാത ശിശുവായ യേശുവിനെ കണ്ട് അത്ഭുതം കൊണ്ടു. എന്തെല്ലാമാണ് സംഭവിക്കാനിരിക്കുന്നത് എന്ന് ആശ്ചര്യപ്പെട്ടുകൊണ്ട് അവർ ഭവനത്തിലേക്ക് പോയി. ഇതെല്ലാം ശരിക്കും വിചിത്രമായിരിക്കുന്നു. അതായത് ദൈവം ലോകത്തെ രക്ഷിക്കുവാൻ വാസ്തവമായി വരുന്നെങ്കിൽ ഒരു കാലിത്തൊഴുത്തിൽ ഒരു കൗമാരക്കാരിയിൽ ജനിച്ച് ആരാലും അറിയപ്പെടാത്ത ഇടയന്മാരാൽ ആഘോഷിക്കപ്പെട്ടായിരിക്കും അവൻ വരുന്നത് എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയില്ല. തീർച്ചയായും. അതായത് ലൂക്കോസിന്റെ കഥയിൽ എല്ലാം വിപരീതമായാണ് പോകുന്നത്. അതുതന്നെയാണ് അതിന്റെ ഉദ്ദേശം. ദൈവരാജ്യം എപ്രകാരമാണ് ഈ മലിനമായ സ്ഥലത്ത് ദരിദ്രരുടെ ഇടയിൽ ആദ്യമായി വെളിപ്പെട്ടത് എന്നാണ് അദ്ദേഹം പ്രകടമാക്കുന്നത്. കാരണം യേശു ഇവിടെ നമ്മുടെ ലോക വ്യവസ്ഥകളെ കീഴ്മേൽ മറിച്ചുകൊണ്ടാണ് രക്ഷയെ കൊണ്ടുവരുന്നത്.